നമസ്കാരം. ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഹിഡൻബർഗ് രണ്ടാം ഘട്ടത്തിൽ പുറത്തെത്തിച്ച കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിലെത്തിയ ഹർജി ഹിഡൻബർഗിൻ്റെ വിവാദ ആരോപണങ്ങളിൽപ്പെടുന്ന സെബി അദാനിയുമായി ബന്ധപ്പെടുത്തി നടത്തിയ അന്വേഷണങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി പുറത്തെത്തിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹിഡൻബർഗിൻ്റെ ആരോപണങ്ങളും സെബിയുടെ തലപ്പത്തേക്ക് ഉയരുന്ന വിരലുകളും കൂടുതൽ പരിശോധിക്കേണ്ടത്. ഹിഡൻബർഗ് പുറത്തെത്തിച്ച ഹിഡൻ കാര്യങ്ങൾ നിസ്സാരമല്ല. ഒരു ഭരണകൂട ഒത്താശ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന ശേഷിയിലേക്ക് നീങ്ങിയതിൻ്റെ ആഴങ്ങളാണ് അതിൻ്റെ രണ്ടാമത്തെ വെളിപ്പെടുത്തലിൽ മുമ്പോട്ട് വെക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. ഇതിൽ ഈ സംവിധാനങ്ങളാകെ നിയന്ത്രിക്കേണ്ട ഏജൻസിയുടെ ചെയർപേഴ്സൺ തന്നെ സംശയത്തിൻ്റെ നിഴലിലാകുന്നു. സുപ്രീം കോടതി ആദ്യം പറഞ്ഞ 23-ൽ 22 പരിശോധിച്ചുവെന്നും അതിലൊന്നു മാത്രം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കോടതിയെ അറിയിച്ച വ്യക്തിയാണിപ്പോൾ നിഴൽ കമ്പനികളിലെ കുരുക്കിൽ കുടുങ്ങുന്നത്. 22 പരിശോധിച്ച് അദാനിക്ക് ക്ലീൻ ചിറ്റ് നേരത്തെ നൽകിയ സെബി വിനോദ് അദാനി എന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന വ്യക്തിക്ക് ഒരു കത്ത് പോലും അയച്ചിട്ടില്ല. വിനോദ് അദാനിയുടെ IPE+ ഫണ്ട് എന്ന കമ്പനിയാണ് ഇപ്പോൾ സെബി ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദുവാകുന്നത്. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? അദാനിക്ക് വേണ്ടി വഴിവിട്ടൊരു സംവിധാനമാകെ നീങ്ങുന്നു എന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ ചർച്ച ചെയ്യേണ്ടേ നമുക്ക് ആ ആരോപണങ്ങളുടെ ആഴങ്ങൾ ബോധ്യമാക്കുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച്? തീർച്ചയായും ഇന്ന് ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ ജോർജ് ജോസഫ്, മുതിർന്ന സാമ്പത്തിക വിദഗ്ധനും മാധ്യമപ്രവർത്തകനും, ഒപ്പം BG വിഷ്ണു BJP നേതാവ്, ഒപ്പം സാജൻ എവുജിൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. ആദ്യം ശ്രീ BG വിഷ്ണുവിലേക്ക്. BG വിഷ്ണു, ഇവിടെ സെബി എന്ന സംവിധാനം, ആ സംവിധാനം 2017 ശേഷം കൃത്യമായും അതുവരെ ദവെ അടക്കം നമ്മുടെ മലയാളിയായ ദാമോദരനടക്കം സർക്കാർ ജീവനക്കാരുമായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായൊക്കെ ബന്ധപ്പെട്ട് വളരെ ആധികാരികമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖല പെട്ടെന്ന് ഈ മാധബി എന്ന വ്യക്തിയിലേക്ക് മാറുകയാണ്. സർക്കാരിനോടോ നമ്മുടെ പൊതു സംവിധാനങ്ങളോടോ ഒരു കടപ്പാടുമില്ലാത്ത ആളെ ഡയറക്ടറായി സെബി വെക്കുകയാണ്. സെബി ആകട്ടെ ഇതൊക്കെ പരിശോധിക്കേണ്ട കൃത്യമായ ഏജൻസിയാണ്. ആ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന ഈ മാധബി തന്നെ സംശയത്തിൻ്റെ നിഴലിലേക്ക് പോകുമ്പോൾ ചില പശ്ചാത്തലങ്ങൾ, അതായത് BJP സർക്കാർ, മോദി സർക്കാർ ഒരുക്കിയ ചില പശ്ചാത്തലങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. BG വിഷ്ണു, ഇപ്പോഴത്തെ സെബി നേരിടുന്ന ആരോപണങ്ങളിൽ BJPയുടെ നിലപാടെന്ത്? ജോർജ് സോറോസിൻ്റെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ഹിൻഡർബർഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴല്ല ആദ്യമായിട്ട് പുറത്തു വരുന്നത്. കഴിഞ്ഞ 2023 തന്നെ ആദ്യമായി വരികയും ഇന്ത്യയുടെ മാർക്കറ്റുകളെ അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ പുറത്ത് വിവരങ്ങൾ വിട്ടിട്ടും അവർ കുറച്ച് വിവരങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ സിനിമയിൽ ശ്രീനിവാസൻ ചിറകൊടിഞ്ഞ കിനാവുകൾ എന്നുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ചെല്ലാം അദ്ദേഹം തന്നെ കഥകൾ നന്നായി മെനഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങ് പുറത്തു വിടും. ഈ കാര്യങ്ങളെല്ലാം നമ്മളങ്ങ് തെളിവായി സ്വീകരിച്ചോണം. ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇന്ത്യൻ മാർക്കറ്റുകളെ ഇത്തരത്തിലുള്ള വ്യാജമായ ആരോപണങ്ങളെ കൊണ്ട് മാർക്കറ്റ് തകർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റുകളാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റുകൾ തകരുമ്പോൾ ബിനാമി ഇടപാടുകാരെ കൊണ്ട് ചെറിയ തുകയ്ക്ക് ഷെയറുകൾ വാങ്ങുക എന്നുള്ള ലക്ഷ്യം ജോർജ് സോറോസും ഇവരും തുടങ്ങിയിട്ട് കാലമേറെയായി. പക്ഷേ ചിലപ്പോൾ ആദ്യത്തെ 1-2 ഘട്ടത്തിലൊക്കെ ഇവർക്കൊക്കെ ചില സാമ്പത്തികപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്നെ ഷെയർ തകർന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെയറിൻ്റെ മൂല്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം യൂണിലിവറിലും ബജാജ് ഫിനാൻസിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 50 ലക്ഷത്തിന് മേളിൽ അദ്ദേഹത്തിന് തന്നെ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റുകളെ തകർക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോഴും ഈ രാജ്യത്തെ സമ്പദ്ഘടനയെ ദുർബലപ്പെടുത്താൻ കഴിയാതെ അത് അതിവേഗം മുന്നേറുന്നു. ഞാൻ ആലോചിക്കുകയാണ്, BJP എന്ന് പറയുന്ന ഒരു ദേശം ഭരിക്കുന്ന പാർട്ടി
അദാനിയുടെ ഓഹരികൾ ഇടിയുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക ബി.ജി. വിഷ്ണുവിൽ നിന്ന് പ്രതിഫലിക്കുന്നത് ഞാനിങ്ങനെ വളരെ ഉത്സുകതയോടെ അല്ല, അദാനി എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് വ്യവസായികളുടെ ഒരാളുടെയും വ്യവസായത്തിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇടിയരുത് എന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. കാരണം ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഈ രാജ്യത്ത് അദാനി മാത്രമല്ല, അംബാനിയുണ്ട്, വിപ്രോ ഗ്രൂപ്പുണ്ട്, അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ, വലിയ വ്യവസായികൾ, ടാറ്റ ഗ്രൂപ്പുണ്ട്, ഇങ്ങനെ നിരവധി വിരലിലെണ്ണാനാവാത്ത വലിയ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമ്പോൾ അത് രാജ്യത്തെ കൂടിയാണ് ബാധിക്കുന്നത്. കേവലം വ്യക്തികളെ മാത്രമായി ആണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെ രാജ്യത്തിന് പോലും സാമ്പത്തിക മേഖലയിൽ വലിയ കിതപ്പുണ്ടാക്കാൻ ഇവർക്ക് കഴിയും. കാര്യം ഇവർ വൻകിട കമ്പനി. ഈ നോട്ട് നിരോധന കാലത്ത് ഇവിടുത്തെ ചെറുകിട വ്യവസായികളടക്കം, ഇവിടുത്തെ സാധാരണ കച്ചവടക്കാരും കൊച്ചു കച്ചവടക്കാരും അടക്കം സ്വന്തം നോട്ട് മാറാനായി ക്യൂ നിന്ന് മരിച്ചു വീണവരടക്കമുള്ളവർ ഉയർത്തിയ സാമ്പത്തികമായ പരാധീനതകൾ, അങ്ങനെ ഇന്ത്യ എന്ന വലിയ വിപണി മുഴുവൻ ദുരിതത്തിൽ അനുഭവിച്ചപ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു. അദാനി അംബാനി പോലെയുള്ള ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾ അവരുടെയൊക്കെ ഷെയർ ഇടിയുമ്പോൾ വലിയ ആശങ്കയാണ് BJPക്ക്. ഓക്കെ, തുടരാൻ പറയട്ടെ. ഈ നോട്ട് നിരോധന സമയത്ത് മനോരമയിൽ ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു. നോട്ട് മാറ്റിയെടുക്കാൻ പോയ ആൾ ഹൃദയാഘാതം മൂലം മരിച്ചു. പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഹൃദയാഘാതം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വ്യക്തി മരണപ്പെട്ടു, ശരി തന്നെയാണ്. അല്ല, നോട്ട് നിരോധിച്ചുകൊണ്ട് ആർക്കാണ് ഹൃദയവേദന ഉണ്ടായത്? അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഹിൻഡർബർഗിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ വലിയ തരത്തിലുള്ള ചലനങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കില്ല എന്ന് പറഞ്ഞ് ഹൃദയവേദന ഉണ്ടാകുന്ന ആൾക്കാർ അന്നും ഇന്നതൊക്കെ ഒന്ന് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അവർ അന്ന് കഴിഞ്ഞ വർഷം അവർ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ നടന്നുവെങ്കിൽ ഇപ്പോൾ അവർ ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ തവണ സെബി അന്വേഷിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. സെബി അന്വേഷിച്ചു. ഇപ്പോൾ സെബിയുടെ മേധാവി തന്നെ ഇതിൽ കുഴപ്പങ്ങളും കൃത്രിമത്വങ്ങളും ഉണ്ടാകുമെന്ന് ഹിൻഡർബർഗ് പറയുമ്പോൾ അത് യാതൊരുവിധ അർത്ഥവുമില്ലാതെ, ഒന്ന് അതിൽ പരിശോധിക്കപ്പെടാതെ, സെബി തന്നെ ആവശ്യപ്പെട്ടല്ലോ കഴിഞ്ഞ വർഷം അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഹിൻഡർബർഗിന് ലീഗൽ നോട്ടീസ് അയച്ചല്ലോ. ഇതിൽ ആവശ്യമായ വിവരങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് നൽകണം, നിങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകണം. BJPയുടെ വക്താവ് തന്നെ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ വിവരങ്ങൾ പുറത്തുവിട്ടല്ലോ. കാരണം പക്ഷേ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ കുറെ പേപ്പറുകൾ അയക്കാതെ ഹിൻഡർബർഗ് പോലും ഒരു നിയമപരമായ തെളിവ് നൽകിയിട്ടില്ല. ചിറകൊടിഞ്ഞ കിനാക്കൾ എന്നത് ഒരു പരിഹാസത്തിന് ഉപയോഗിച്ചല്ലോ. ഇത് തന്നെയാണ് അതേ ശ്രീനിവാസന്റെ പല സിനിമകളിലും പറയുന്ന പോലെ, പാവം ഞാൻ തന്നെ എനിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു സംവിധാനമാണ് സെബി നടത്തിയ അന്വേഷണം. നോക്കൂ, സെബി ഇവിടെ കുറ്റാരോപിതമാകുന്ന ഒരു ഘട്ടം എന്താണ്? സെബിയുടെ തലപ്പത്തിരിക്കുന്ന ഈ മാധവി ഭർത്താവുമായി ചേർന്ന് കോടികളുടെ നിക്ഷേപം നടത്തുന്നു. ഈ സെബിയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ 84 കോടി, അതായത് $1 കോടി അവിടുത്തെ നിക്ഷേപത്തിൻ്റെ ഉടമസ്ഥാവകാശം ഭർത്താവിലേക്ക് മാത്രം കൈമാറുന്നു. ഇതിൻ്റെ ഒക്കെ കത്തുകളടങ്ങിയ വിവരങ്ങളാണ് ഈ ഹിൻഡൻബർഗ് പുറത്തുവിടുന്നത്. ഒന്ന്, ഇതേ ആരോപണങ്ങൾ നേരിട്ട് ആദ്യ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട വിനോദ് അദാനി എന്ന അദാനിയുടെ സഹോദരൻ, അയാളാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ നീക്കങ്ങൾ രാജ്യത്തിന് പുറത്ത് നടത്തി. മൗറീഷ്യസ്, സിംഗപ്പൂർ അടക്കമുള്ളിടത്ത് നിഴൽ കമ്പനികളുമായി കേന്ദ്രീകരിച്ച് നടത്തിയെന്ന ആരോപണമുണ്ട്. അയാൾക്കൊരു കത്ത് പോലും അയച്ചിട്ടില്ല ഈ സിബി. കോടതി പറഞ്ഞ 23-ൽ 22 സമഗ്രമായി അന്വേഷിച്ചു. അദാനിക്കൊരു പ്രശ്നവുമില്ല. ഈ ക്ലീൻ ചിറ്റ് കൊടുത്ത സെബി ഈ വിനോദ് അദാനി എന്ന ആരോപണ വിധേയനൊരു കത്ത് പോലും അയച്ചിട്ടില്ല. വിഷ്ണു, വിനോദ് അദാനി ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ ഏതെങ്കിലും ഏജൻസികളുടെയോ സ്വകാര്യ വ്യക്തികളുടെയോ കൈകളിലുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കില്ല? അദാനിയോ വിനോദിനെയോ ഗൗതം അദാനിയോ ഒന്നും പറയട്ടെ വെളിവാക്കപ്പെടേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ കേന്ദ്ര ഏജൻസികൾക്കാണ്, ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനാണ്. അതിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ ഊർജ്ജമായി മാറേണ്ടത് BJPയാണ്. ബി.ജി. വിഷ്ണു, നിങ്ങൾ അദാനിക്ക് വേണ്ടിയും അദാനിയുടെ ഓഹരി ഇടിഞ്ഞതിനെ കുറിച്ച് ന്യായീകരിച്ചില്ലേ ബി.ജി. വിഷ്ണു? അല്ല, ഈ പൗരന്റെ പൗരബോധം അറിയാനുള്ള അവകാശം, അവന്റെ സമ്പത്ത് ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്യുന്നു, അതൊക്കെ നിയന്ത്രിക്കപ്പെടാൻ ഏൽപ്പിച്ച ഏജൻസി തന്നെ കറപ്റ്റഡ് ആകുന്നു എന്ന റിപ്പോർട്ടുകൾ തെളിവ് സഹിതം പുറത്തെത്തുന്നു. അങ്ങനെ പറയുന്നില്ല. സെബിയോ ചെയർപേഴ്സണോ മാധവിയോ കുറ്റക്കാരാണെന്ന് നമ്മളാരും പറയുന്നില്ല. പക്ഷേ ഇത്ര കട്ട് ആൻഡ് ഡ്രൈഡായി ഇത്രയേറെ തെളിവുമായി ഒരു സംവിധാനം രംഗത്തെത്തുമ്പോൾ അത് അന്വേഷിക്കാനുള്ള ആർജവമെങ്കിലും കാട്ടണ്ടേ? അതിന് ഊർജം പകരേണ്ട രാഷ്ട്രീയ ചിന്തകൾ നൽകേണ്ടത് BJP അല്ലേ? ആ BJPയാണ് പറയുന്നത് അദാനിയുടെ ഓഹരി ഇടിഞ്ഞു എന്ന് പറയുന്നത് കള്ളത്തരമാണ് എന്ന തരത്തിൽ ന്യായീകരിക്കുന്നത് ബി.ജി. വിഷ്ണു. ഇത് ബി.ജി. വിഷ്ണു എന്ന വ്യക്തിയുടെ വാക്കല്ല, BJP പ്രതിനിധിയുടെ വാക്കുകളാണ്. ജിംഷാദ്, ഞാൻ ആദ്യമേ പറയട്ടെ, താങ്കൾ എന്തായാലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു.
ഗൗതം അദാനിയോ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിനോദ് അദാനിയോ ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളെന്ന് പറഞ്ഞ് എക്സിലേക്ക് നോട്ട് എഴുതുകയല്ല വേണ്ടത്. അതിൻ്റെ രേഖകൾ എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം സെബി നോട്ടീസ് അയച്ചപ്പോൾ നൽകാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സെബിക്ക് നൽകിയ എന്തോ കടലാസുകളിൽ വെറും ഫ്രെയിം വർക്കുകൾ ചെയ്ത കുറച്ച് ആരോപണങ്ങൾ മാത്രമായിരുന്നു. ആരോപണം ആർക്കും ഉന്നയിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ താങ്കൾ ചോദിച്ചപ്പോൾ ഞാൻ നിശബ്ദനായി കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ, ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെല്ലാം ഈ പറഞ്ഞ തെളിവുകൾ കൃത്യമായി എന്തുകൊണ്ട് ഏജൻസികൾക്ക് കൈമാറുന്നില്ല? സെബി കഴിഞ്ഞ വർഷവും ഹിൻഡർബർഗ് നോട്ടീസ് അയച്ചിരുന്നല്ലോ, എന്തുകൊണ്ട് തെളിവുകൾ അവർ കൈമാറാനില്ല? അങ്ങനെ കൃത്രിമത്വം നടന്നുവെങ്കിൽ എന്തേ നിയമപരമായ ഒരു രേഖ സംവിധാനത്തിലേക്ക് അവർ വരുന്നില്ല? കാരണം അവരുടെ മുന്നിലേക്കുള്ളത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഷെയറുകൾ ചുരുങ്ങിയ വിലകളിൽ വാങ്ങുക എന്നുള്ള പഴയകാല തന്ത്രം തന്നെയാണ് ജോർജ് സോറോസിസ് അടക്കം കഴിഞ്ഞ വർഷങ്ങളായി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ രാജ്യത്ത് വ്യവസായികളുടെ കൂട്ടത്തിൽ അദാനിയുണ്ട്, എല്ലാ വ്യവസായികളോടും ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് മാധവി ഈ സെബിയുടെ തലപ്പത്തേക്ക് എത്തുന്നത്? ദവെ മുതൽ മലയാളിയായ ദാമോദരൻ വരെ വളരെ വിശ്വസ്തരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ശ്രേണിയിൽപ്പെട്ടവർ എത്തിയിരുന്നിടത്തേക്ക് എങ്ങനെയാണ് ഒരു സ്വകാര്യ കോർപ്പറേറ്റ് തലവനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിക്ക് അവിടേക്ക് നുഴഞ്ഞു കയറാനായത്? എങ്ങനെയാണ് അവരെ ആദ്യം ഡയറക്ടറായി സെബിയിലേക്ക് നിയമിക്കപ്പെടുന്നത്? ഇതൊക്കെ കൃത്യമാണോ? ഓഹരികളും അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെ കൃത്യമാണോ എന്ന് പരിശോധിക്കാനായി നിലനിർത്തിയിരിക്കുന്ന വേലിയാണ്, ഏജൻസിയാണ് ഇത്. ആ വേലി തന്നെ വിളവ് തിന്നുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൻ്റെ ആരോപണങ്ങൾ ഉയർന്നത് എവിടെ നിന്നാണ്? അപ്പോൾ അതിൻ്റെ നിയമനം അത് ആരാണ് നടത്തിയത്? അപ്പോൾ അദാനിയുമായി അടുപ്പമുള്ള ഇങ്ങനെ ഒരാളിനെ എങ്ങനെയാണ് അവിടേക്ക് മറ്റുള്ള കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് പ്രതിഷ്ഠിക്കുന്നത്? ഇതൊക്കെയാണ് ചോദ്യങ്ങളായി രാഷ്ട്രീയ ഇന്ത്യ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു, ഞാൻ തിരിച്ചെത്താം. ശ്രീ ജോർജ് ജോസഫ്, അതായത് ഈ ഹിൻഡൻബർഗും ഇവരുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകളുടെയും ഉദ്ദേശശുദ്ധി BJP വക്താവ് ശ്രീ BG വിഷ്ണു പറഞ്ഞതുപോലെ ഒരു ആരോപണം ഉണ്ട്. കാരണം ഇത്തരത്തിൽ വാർത്തകൾ നിർമ്മിച്ച് നിഴൽ കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കാനും അല്ലെങ്കിൽ അവരുടെ ഓഹരികൾ, പ്രധാന കമ്പനിയുടെ ഓഹരികൾ ഇടിക്കാനും എന്നിട്ട് അത് വാങ്ങിക്കൂട്ടാനും ഒക്കെയുള്ള ഉത്സുകമായ നീക്കം നടത്തുന്ന ഒരു ഏജൻസിയാണ് എന്ന ആരോപണമുണ്ട്. അത്തരം ശ്രമങ്ങളുടെ ഭാഗമായിക്കൂടെ ഇതും ഈ രണ്ടാമത്തെ വെളിപ്പെടുത്തലും? ഇതൊക്കെയാണ് അവർ പറയുന്നത്. വസ്തുതയുണ്ടോ? അത് പരിശോധിക്കണ്ടേ? യുക്തി ഇല്ലേ അതിൽ? അല്ല അജുംഷാദെ, ഈ ഞാൻ ഇപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഈ BJPയുടെ കേന്ദ്ര നേതാക്കന്മാർ മുതൽ ഇന്നലെ മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കുറച്ച് ദിവസമായിട്ട് ജോർജ് സോറോസ്. ഈ ജോർജ് സോറോസും ഹിൻഡൻബർഗുമായിട്ടുള്ള കണക്ഷൻ എന്താ? എവിടെയാണ് ഈ ഹിൻഡൻബർഗിൻ്റെ സൈറ്റിൽ പോയൊന്ന് നോക്ക്. ആളുടെ പേര് അതിനകത്ത് കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് ജോർജ് സോറോസ് ആണെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങ് ഇടിഞ്ഞു പോകും, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഈ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇവർ അവകാശപ്പെടുന്നത് ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറാൻ പോകുന്നു. ഇപ്പം ഇന്ത്യ 5ാം സ്ഥാനത്താണ്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള 7% മുകളിൽ വളർച്ച രേഖപ്പെടുത്തുന്ന, ചൈനയെക്കാളും അമേരിക്കയെക്കാളും ഒക്കെ വളർച്ച കൈവരിച്ചിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. അതിശക്തമായിട്ടുള്ളൊരു ഭദ്രമായ അടിത്തറ മോദിയുടെ നേതൃത്വത്തിലൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ 2017 രൂപീകരിച്ച ഇത്രയും വർഷം മാത്രം പാരമ്പര്യമുള്ള ഒരു ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു റിസർച്ച് സ്ഥാപനം വിചാരിച്ചാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഓഹരി വിപണി തകർന്നു എന്ന് പറഞ്ഞു. ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ ഓഹരി വിപണിയിൽ ചെറിയ ഇടിവുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ വലിയ തോതിൽ കൂപ്പുകുത്തി പോയില്ല. ഇന്ന് ഓഹരി വിപണിയിൽ തകർച്ച ഇല്ല, പ്രകടമായ തകർച്ചയൊന്നും. യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഓഹരി വിപണിയിലുള്ള തകർച്ച അത് മാധ്യമങ്ങൾ കണ്ടെത്തുകയും പറയുകയും ചെയ്യുന്ന ഒരു വസ്തുതയുടെ പ്രതിഫലനമാണല്ലോ. ഇപ്പോൾ ഒരു വലിയ ഒരു ടൈക്കൂണായ ബിസിനസ്മാൻ ഏതെങ്കിലും ഒരു ക്രമക്കേട് കാണിച്ചു, അപ്പോൾ രാജ്യത്തിൻ്റെ ബിസിനസ് ശൃംഖല കുറഞ്ഞു പോകും, അതുകൊണ്ട് ആ കറപ്ഷനിലേക്ക് പോകേണ്ട എന്ന് നിശ്ചയിക്കാൻ പറ്റുമോ? ഇവിടെ എന്താണ് ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണം? അത് പൗരൻ്റെ മുമ്പിൽ ബോധ്യമാക്കാനുള്ള സംവിധാനങ്ങളിലേക്കല്ലേ പോകേണ്ടത്? അദാനിയുടെ ഓഹരി ഇടിഞ്ഞാലെന്ത്, വർദ്ധിച്ചാലെന്ത്? അതല്ലല്ലോ. സിസ്റ്റത്തെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഒരു കറപ്ഷൻ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ആ ആരോപണം ശരിയാണോ? ഇതല്ലേ സാർ പരിശോധിക്കേണ്ടത്?
അല്ല അജിംഷാദ് ഞാൻ പറഞ്ഞു വരുന്ന അതിലേക്ക് തന്നെയാണ്. അതായത് ഈ ഇന്ത്യൻ ഓഹരി വിപണി കൃത്യമായിട്ടും ഇന്നലെ കാര്യങ്ങൾ മനസ്സിലാക്കി. കഴിഞ്ഞ 2023 ശേഷം കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓഹരി വിപണി 2 ദിവസവും പ്രതികരിച്ചത്. കാരണം ഇന്നും അദാനിയുടെ സ്റ്റോക്സിൽ ഇടിവുണ്ടായിട്ടുണ്ട്. കാരണം അദാനിയുടെ സ്റ്റോക്ക് സംശയാസ്പദമാണ്, അദാനി കമ്പനികളുടെ ഓഹരികളുടെ കാര്യത്തിൽ സംശയങ്ങളുടെ നിഴലാണെന്ന് ഓഹരി വിപണി മനസ്സിലാക്കി അതിൻ്റെ ഓഹരി ഇടിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ മറ്റ് വ്യാപകമായ രീതിയിൽ ഇടിഞ്ഞു പോകുന്നൊരു സ്ഥിതിവിശേഷത്തേക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പോകുന്നില്ല. അതിൻ്റെ അർത്ഥം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ വിപണി കൃത്യമായി മനസ്സിലാക്കുന്നു ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, അത് അദാനിയുടെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടാണ്. അദാനിയുടെ സ്റ്റോക്ക് ഇടിഞ്ഞു പോയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന വസ്തുതാപരമായ ചില കാര്യങ്ങളുണ്ട്. ഈ 2023 ജനുവരി മാസത്തിലാണ് ഹിൻഡൻബർഗിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത്. അതിനുശേഷം സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ അവർ സെബിയെ തന്നെ ഏൽപ്പിക്കുന്നു അന്വേഷണ ചുമതല. സെബി അന്വേഷിച്ചിട്ട് പറയുകയാണ് 24 വിഷയങ്ങളാണ് അന്വേഷിക്കുന്നത്, അതിൽ 23 എണ്ണത്തിലും ഞങ്ങൾ അന്വേഷണം നടത്തി, ഒരെണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതിന് അവർ പറയുന്ന വേറെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്ത് കണ്ടെത്താൻ കഴിഞ്ഞു? ആർക്കാണ് ഇവരിതിനെക്കുറിച്ച് ഒരു ഇത് കൊടുത്ത്? പിന്നെ ഇവിടെ ചോദിച്ചു ഒരു കാര്യം, വ്യക്തമായിട്ടുള്ള തെളിവുകൾ, അതായത് ധവാൽ ബുച്ച് എന്ന് പറയുന്ന ഈ മാധവി പുരിയുടെ ഭർത്താവിൻ്റെ പേരിലേക്ക് Z+ലെ നിക്ഷേപം കംപ്ലീറ്റ് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അവരയക്കുന്ന മെയിലടക്കമാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഹിൻഡൻബർഗിന് ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ രേഖകൾ സമർപ്പിച്ച് ഇന്ത്യൻ നീതിന്യായ കോടതിയുടെ മുമ്പിൽ വാദിച്ച് ജയിച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആരോപണം നേരിടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, ഇന്ത്യയിലെ സംവിധാനങ്ങളാണ്. അവരാണ് അന്വേഷിക്കേണ്ടത്. അവരന്വേഷിച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ എടുത്താൽ, അതല്ലാതെ ഹിൻഡൻബർഗിൻ്റെ ചുമതലയാണ്. ഹിൻഡൻബർഗ് എന്തുകൊണ്ട് ഈ രേഖകൾ കൊണ്ടുവരുന്നില്ല? ഹിൻഡൻബർഗിന് ആവശ്യമായി കിട്ടിയിട്ടുള്ള രേഖകൾ അവരുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ കാണാം. ആ റിപ്പോർട്ടിനകത്ത് അവരുടെ രേഖകളുണ്ടെന്നേ. അത് സെബിക്ക് എടുക്കാവുന്ന രേഖകളല്ലേ? നമ്മളെല്ലാവരും പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന രേഖകളല്ലേ, കാര്യങ്ങളല്ലേ? അവർ എങ്ങനെയാണ് അതിനകത്ത് കൃത്യമായിട്ട് $1 കോടി നിക്ഷേപം എടുത്തതും അത് അവർക്ക് സാലറി ആയിട്ട് കിട്ടിയതായിട്ടാണ് സോഴ്സ് കാണിക്കുന്നത്. അതിനുശേഷം അടുത്ത ഭാഗത്ത് അവർ ഈ ലെറ്റർ അവർക്ക് അയച്ചിരിക്കുന്നു, എൻ്റെ പേരിലുള്ള ഓഹരികൾ ഞങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ടിലുള്ളത് ധവാലിൻ്റെ പേരിലേക്ക് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നത്. ഇതൊക്കെ പിന്നെ എന്താ? ഇതൊക്കെ എന്താ തെളിവുകളല്ലാതെ? ഇനി അത് ഹിൻഡൻബർഗിൻ്റെ ആളുകൾ കൊണ്ടുവന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കണമെന്ന് പറയണ അതിൻ്റെ ഒരു യുക്തി എനിക്ക് മനസ്സിലാവണില്ല. ഇത് നേരത്തെ നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചു. വിനോദ് അദാനി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലെ 38 ഷെൽ കമ്പനികൾ മൗറീഷ്യസിൽ മാത്രമുണ്ട്, സൈപ്രസിലും അതുപോലെ തന്നെ UAE-യിലും കരീബിയൻ ഐലൻഡിലെ പല രാജ്യങ്ങളിലും അവർക്ക് നിഴൽ കമ്പനികളുണ്ട്. ഈ നിഴൽ കമ്പനികളെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. നിഴൽ കമ്പനികളെക്കുറിച്ച് ആരാന്ന് പോലും മനസ്സിലായില്ല. അങ്ങനെ നിഴൽ കമ്പനികൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നൊക്കെയാണ് ഈ സെബി കൊടുത്തിരിക്കുന്ന മറുപടി. അതിനൊരു മറുപടി കൃത്യമായിട്ട് ഹിൻഡൻബർഗ് മുഖത്തടിച്ച പോലെയാണ്. മാധവിപുരിയുടെ മുഖത്തടിച്ച കണ്ടിട്ടില്ല. കണ്ണാടി നോക്കിയാൽ മതി, കണ്ണാടിയിൽ ഒന്ന് നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. അതെ അതെ, കണ്ണാടിയിൽ ഒന്ന് നോക്കിയാൽ മതി. ആ പരിഹാസം ശരിയാണ്. ശ്രീ സാജൻ എബുജിൻ, നോക്കൂ, ഇവിടെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയ സംവിധാനങ്ങൾ ഇപ്പോൾ നേരത്തെ ഈ നമ്മുടെ ജോർജ് ജോസഫ് സാർ പറഞ്ഞ അതിൻ്റെ തുടർച്ചയായാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഇങ്ങനെ ഒരു ക്ലീൻ ചീറ്റായി എത്തുന്നത് എന്ന് ഹിഡൻബർഗ് പറയുകയാണ് തെളിവ് സഹിതം. അത് ഈ മാധവിയും ഭർത്താവിനും അടക്കം ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് ഈ ഡയറക്ടർ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ താൽക്കാലികമായി മാറാൻ വേണ്ടി ഭർത്താവിലേക്ക് മാത്രം ഉടമസ്ഥത നൽകാനുള്ള കത്ത് നൽകിയത് അടക്കമുള്ള രേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഹിൻഡൻബർഗ് ഈ കാര്യങ്ങൾ വിവരിക്കുന്നത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം വേണ്ടേ? ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി എത്തിയിരിക്കുകയാണ് ഈ കാര്യത്തിൽ സെബിയുടെ അന്വേഷണം ഉടൻ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്. ഇതൊക്കെ അന്വേഷിക്കേണ്ട ഏജൻസി തന്നെ ചോദ്യത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ പൗരൻ ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊരു വ്യക്തത വരിക? ശ്രീ സാജൻ എബുജിൻ. ജിംഷാദെ, അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പോൾ ഈ BJP നേതാക്കൾ പറയുന്നത് ഈ കള്ളപ്പണത്തിനെതിരെ BJP സർക്കാർ നീങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പ്രതീക്ഷ ഉന്നയിക്കുന്നതെന്ന്.
പക്ഷേ ഇത് വളരെ വളരെ രസകരമായൊരു സംഭവമാണ്. കാരണം 2014 തെരഞ്ഞെടുപ്പിൽ വിദേശത്ത് ഇന്ത്യക്കാർ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണം മുഴുവൻ തിരിച്ചു പിടിച്ച് ഇന്ത്യക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് BJP അധികാരത്തിൽ വന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 2016 നോട്ട് നിരോധനം ഏർപ്പെടുത്തിയപ്പോഴും BJP പറഞ്ഞത് ഇതോടെ രാജ്യത്തെ മുഴുവൻ കള്ളപ്പണവും തീർന്നു, ഇന്ത്യക്കാരുടെ ഇനി കള്ളപ്പണ ഇടപാടൊന്നും നടക്കില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഈ പറയുന്ന ഹിൻഡൻബർഗിനെ അവിടെ മാറ്റി നിർത്തുന്നത്. ഹിൻഡൻബർഗ് റിസർച്ച് ഒരു അമേരിക്കൻ സ്ഥാപനം, അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടെന്ന് വേണമെങ്കിൽ വാദത്തിന് സമ്മതിക്കാം. പക്ഷേ ഹിൻഡൻബർഗ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവയ്ക്കുന്ന മറുപടിയാണ് മാധവിയും അവരുടെ ജീവിത പങ്കാളിയും നൽകിയിട്ടുള്ളത്. കാരണം ഈ നിക്ഷേപമെല്ലാം നടത്തിയിട്ടുണ്ട്, അത് ഞാൻ സെബിയുടെ ഡയറക്ടറായി വരുന്നതിന് മുമ്പ് അത് ഭർത്താവിൻ്റെ പേരിൽ മാത്രമാക്കി മാറ്റി എന്ന് മാത്രമല്ല പിന്നെ ഈ ഇടപാട് മുഴുവൻ നടത്തിയാൻ കാരണം ഭർത്താവിൻ്റെ സഹപാഠിയായിരുന്ന അനിൽ അഹൂജ വഴിയാണ് നടത്തിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഇവർ സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലെ ഈ പനാമയും മൗറീഷ്യസും പോലുള്ള കള്ളപ്പണ നിക്ഷേപ കേന്ദ്രങ്ങളിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ മുഴുവൻ സമ്മതിക്കുന്ന മറുപടിയാണ് സെബിയുടെ മേധാവി നൽകിയിട്ടുള്ളത്. അപ്പോൾ കള്ളപ്പണ ഇടപാടുകൾ ഇതെല്ലാം ഇന്ത്യയോട് താല്പര്യം, ഈ സെബി നേരത്തെ പറഞ്ഞതുപോലെ സെബിയുടെ മേധാവിയായി പ്രവർത്തിക്കുന്ന മാധവി ഇന്ത്യയുടെ താല്പര്യങ്ങൾ, ഇന്ത്യക്കാരുടെ കോടിക്കണക്കിന് ഇന്ത്യക്കാർ ഇപ്പോൾ BJP തന്നെ അവകാശപ്പെടുന്നത് ഷെയർ മാർക്കറ്റിൽ ഇടപാടുകൾ നടത്തുന്നവരുടെ എണ്ണം കൂടി വരുന്നതാണ് അവരുടെ ഭരണ നേട്ടമായി തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതേപോലെ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഓഹരി ഇടപാടുകളും അതെല്ലാം അവരുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കേണ്ട ആളാണ് ഇത്തരമൊരു അടിവരയിടേണ്ട വസ്തുത അതാണ്. കാരണം അതൊന്നും പ്രശ്നമല്ല. പൗരൻ്റെ സ്വത്തുക്കളും സമ്പത്തും ഒക്കെ നിക്ഷേപങ്ങളായി കേന്ദ്രീകരിക്കപ്പെടുന്ന അതിലെ നഷ്ടങ്ങളൊന്നും അതിലെ ആശങ്കയൊന്നും ഒരു പ്രശ്നവുമല്ല. അതൊക്കെ നിയന്ത്രിക്കേണ്ട ഏജൻസി കറപ്റ്റഡ് ആണെന്ന വാർത്ത വരുന്നു, ആരോപണങ്ങൾ വരുന്നു, തെളിവ് സഹിതമുള്ള ആരോപണങ്ങൾ എത്തുന്നു. അതൊക്കെ അന്വേഷിച്ച് പൗരനെ ബോധ്യപ്പെടുത്തേണ്ടതൊന്നും ബാധ്യതയല്ല. ഇവിടെ അദാനിയുടെ ഓഹരി ഇവിടെ ഇടിഞ്ഞു പോകും, അതുവഴി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഘാതമേൽക്കും എന്ന വിശദീകരണമാണ്. അതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്ന് ഒരാൾ സംശയിച്ചാൽ അയാളെ കുറ്റം പറയാനാകില്ല. ഞാൻ തിരിച്ചെത്താം. ശ്രീ എവിജിൻ, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ BG വിഷ്ണു. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ BG വിഷ്ണു, ഇവിടെ പ്രധാനപ്പെട്ട ആരോപണം 1 2 മാത്രമല്ല. അതായത് എങ്ങനെയാണ് നമുക്ക് ചർച്ചയുടെ 2ാം ദിശയിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയാണ് മാധവിയെപ്പോലെ ഒരാൾ സെബിയുടെ തലപ്പത്തേക്ക് എത്തുന്നത്? ഈ അദാനിയുമായി ബന്ധപ്പെട്ടും അവരുടെ താല്പര്യങ്ങൾ ഒക്കെയുള്ള ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് എത്താം. സെബി എന്ന സംവിധാനത്തിലേക്ക് ഇങ്ങനെ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നൊരു വ്യക്തി എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. കാരണം മുമ്പ് അവിടെ സർക്കാർ ഉദ്യോഗസ്ഥരും അങ്ങനെ നമ്മുടെ സിസ്റ്റത്തോട് ബന്ധിതമായ റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരുന്നു വന്നിരുന്നത്. എങ്ങനെയാണ് ഇവർ പെട്ടെന്ന് ഡയറക്ടർ സ്ഥാനത്തേക്ക്, സെബിയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് എത്തുന്നത്? അത് നിയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് സൈഡിൽ ഉയരുന്നുണ്ട്. ശ്രീ BG വിഷ്ണു. ജിംഷാദെ, സെബി രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. ഈ ഏജൻസികളിൽ നിയമിക്കപ്പെടുന്ന എല്ലാവരും തന്നെ വഴിയെ പോകുമ്പോൾ കയറി വരുന്നവരൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവർക്ക് സ്വകാര്യമായി ചിലപ്പോൾ ബിസിനസ് പങ്കാളിത്തങ്ങളുണ്ടാകും, കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അവരെല്ലാം ചിലപ്പോൾ വ്യാവസായിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരുമൊക്കെ ആയിരിക്കാം. പക്ഷേ എന്താണ്, അവർക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആ ആരോപണങ്ങളെല്ലാം വസ്തുനിഷ്ഠമാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും കൂടി ആരോപണ വിധേയക്കാരുണ്ട്. രാവിലെ തന്നെ ജോർജ് സോറോസ് ഫണ്ട് ചെയ്ത ഹിൻഡൻബർഗ് കുറച്ച് പേപ്പർ കഷ്ണങ്ങളിൽ എഴുതിക്കൊണ്ട് അല്ലല്ല, ഇതൊരു സിവിൽ, താങ്കൾ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, വളരെ പ്രാക്ടീസ് ഉള്ള ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് തിരുവനന്തപുരത്തെ. ശ്രീ BG വിഷ്ണു, ഒരു സിവിൽ പരിപ്രേക്ഷ്യത്തിലുള്ള വിഷയമാണെങ്കിൽ അതിൽ ഉന്നയിക്കുന്ന ആളിന് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യമാക്കാനുള്ള കടമയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അതല്ലല്ലോ. ഒരു വലിയ രാജ്യത്തിൻ്റെ വലിയ സിസ്റ്റത്തെ മുഴുവൻ കറപ്റ്റഡാക്കുന്ന ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആരോപണം വരുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? ആരോപണം ഉന്നയിച്ചവർക്കാണോ? ആണോ വിഷ്ണു? അല്ല, ക്രിമിനലോ സിവിലോ എന്നുള്ളതല്ല ഇവിടെ ഞാൻ പറഞ്ഞത് സിവിൽ ക്രിമിനൽ എന്ന ആ വേറെ കൃത്യത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടല്ല. ഇത് എത്ര ഗൗരവമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ BG വിഷ്ണു, ആ ആരോപണം ഉന്നയിക്കുന്ന ആളാണോ ഇത് തെളിയിക്കേണ്ടത്? അയാൾ ചൂണ്ടിപ്പറയുന്നത് ആരെക്കുറിച്ചാണ്? സെബിയുടെ ചെയർപേഴ്സണെ കുറിച്ചാണ്. എന്താണ് സെബി? ഈ നാട്ടിലെ ഓഹരികൾ അടക്കമുള്ള സംവിധാനങ്ങളുടെ കാര്യത്തിൽ കൃത്യതയും
രാഹിത്യവും ഉണ്ടാകാതിരിക്കാൻ പ്രവർത്തിക്കാനായി നിയോഗിക്കപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഏജൻസിയാണ്. ആ സെബിയാണ്. ആ സെബിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ സെബിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരിടത്ത് അപ്പോ മാധവി ബുച്ച് ആരോപണം അനധികൃതമായി ഉന്നയിച്ചാൽ ഇടപെടുകയോ തെറ്റായ പറയൂ. ഇടപാടുകളെ സ്വാംശീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഭർത്താവിന് കുറച്ച് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയുകയും ഈ രാജ്യത്തെ ഇത് കൃത്യമായി എന്തുകൊണ്ട് ഇവരെടുക്കുന്നു? കഴിഞ്ഞ ഒരു വർഷമായി ഇവർ നടത്തുന്നല്ലോ. ഹിൻഡർബർഗ് കഴിഞ്ഞ വർഷം കുറേ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മേഖലയിൽ രാജ്യത്തിന് വലിയ സാമ്പത്തിക സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടങ്ങൾ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു ആക്ഷേപം തെളിയിക്കാനോ അതിനുവേണ്ട തെളിവുകൾ അവർ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ആരോപണം ഉന്നയിക്കാം. പക്ഷേ ആരോപണ വിധേയരായവർ തങ്ങൾ ഏത് വഴിക്കാണ് ഇത്തരത്തിലുള്ള ആരോപണം പറഞ്ഞതെന്നും അതിന് അടിസ്ഥാനപരമായി എന്തൊക്കെയാണ് വേണ്ടതെന്നും കാര്യങ്ങൾ അവർക്ക് പുറത്തുവിടാമല്ലോ. അവർ എന്ത് തെളിവാണ് പുറത്തുവിട്ടുള്ളത്? സുപ്രീം കോടതിയിലേക്ക് പോയല്ലോ. അപ്പോൾ പറഞ്ഞല്ലോ സെബി അന്വേഷിച്ചാൽ മതിയെന്ന്. സെബി അന്വേഷിക്കുകയും 23 അന്വേഷണങ്ങൾ നടത്തുകയും 24 എണ്ണം നടത്തുകയും അതിൽ 23 എണ്ണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ 23 എങ്ങനെയാണ് പൂർത്തീകരിച്ചത്? അല്ല, എങ്ങനെയാണ് പൂർത്തീകരിച്ചത്? സെബി ഒരു വ്യക്തിയല്ല. സെബി എന്ന് പറയുന്ന ഏജൻസിക്ക് പ്രവർത്തിക്കുന്നതും അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം കൃത്യമായ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുണ്ട്, രാഷ്ട്രപതിയുണ്ട്. ഇവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ലോ പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനവും ഭരണഘടനയും അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സെബി അടക്കമുള്ളവർ ഈ രാജ്യത്തെ ചട്ടക്കൂടുകൾ, നിയമപരമായ ചട്ടക്കൂടുകൾ അനുസരിച്ചാണ് പറയുന്നത്. ആരാണ്? ആണ്ടി തന്നെയാണ്. ആരാണ് ഈ 23 വ്യക്തമായി കൊടുക്കുന്നതെന്ന് പറഞ്ഞത്? അത് ഈ പാവം സെബിയുടെ തലപ്പത്തുള്ള വ്യക്തി തന്നെയാണ്. അതേ വ്യക്തിയെക്കുറിച്ചാണ് ആരോപണം ഉന്നയിച്ചത്. എങ്ങനെയാണ് ഈ റിപ്പോർട്ട് ഇത്രയേറെ ക്ലീൻ ചിറ്റ് സ്വഭാവത്തിൽ എത്തിയത്? അതിന് കാരണം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 2.0, അതായത് രണ്ടാമത്തെ ആരോപണം ഹിൻഡൻബർഗ് ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഹിൻഡൻബർഗ് ഉയർത്തുന്ന രണ്ടാമത്തെ ആരോപണങ്ങളുടെ വസ്തുതകളും അത് പ്രതിഫലിക്കുന്ന ഇന്നത്തെ സുപ്രീം കോടതിയിലെ ഹർജിയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങളെന്നാണ് നാം ചർച്ച ചെയ്ത് വരുന്നത്. ബി ജി വിഷ്ണുവിലേക്ക് തന്നെ പോയാൽ, ബി ജി വിഷ്ണു പറഞ്ഞ് തുടർന്ന് വന്നിരുന്നത് ഈ 24-ൽ 23 കാര്യങ്ങളും കണ്ടെത്തിയിരിക്കുന്നു, ഒരെണ്ണം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജി വന്നത്. എത്രയും പെട്ടെന്ന് സെബിയുടെ അന്വേഷണം ഒന്ന് പൂർത്തിയാക്കണമെന്ന്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്? അത് കൊടുക്കുന്നത് മാധവി സിബി ആണ്. ആ സിബിയുടെ തലപ്പത്തിരിക്കുന്ന മാധവിയുടെയും ഭർത്താവിൻ്റെയും ഇടപാടുകളെ സംബന്ധിച്ചും നിക്ഷേപങ്ങളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് രണ്ടാമത്തെ വട്ടവും പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ സംശയത്തിൻ്റെ നിഴലിലാവുകയാണ്. അതുകൊണ്ട് ഈ 24-ൽ 23 നൽകി എന്ന് പറയുന്നത് വിശ്വസിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഗൗരവമായൊരു ആരോപണം, നീതിപീഠത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് ഏജൻസികളെ മാറ്റുന്നു. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആർക്കാണ്? മോദി സർക്കാരിനാണ്. ഇതാണ് ആരോപണം നിങ്ങൾക്കെതിരായ. ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയപരമായി ഈ രാജ്യത്ത് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന INDA സഖ്യത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ സഖ്യത്തെയും സംബന്ധിച്ചിടത്തോളം വലിച്ചു കിട്ടിയ എല്ലും കഷ്ണം പോലെയാണ് ഇപ്പോഴത്തെ ഹിൻഡർബർഗും ജോർജ് സോറോസും എന്ന് പറയുന്നത്. അവർ ഇറച്ചി കഷ്ണത്തിൻ്റെ ഇരറ്റത്തെയും വലിച്ച് അതിൻ്റെ ചാറ് ആസ്വദിച്ച് കഴിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യമെന്നോ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ മുന്നോട്ട് പോകണമെന്നോ എന്നുള്ള യാതൊരു ആഗ്രഹവുമില്ല. അവർക്ക് പ്രധാനമന്ത്രിയാവാൻ ആഗ്രഹമുള്ള 10-20 രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും മാത്രമേ ഒരു വശത്തുള്ളൂ. ഇനി മറുവശത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ഏജൻസികളെല്ലാം നരേന്ദ്രമോദിയുടെ കളിപ്പാവകളാണെന്നും ഏജൻസികളെല്ലാം നരേന്ദ്രമോദി പറയുന്നത് മാത്രമേ കേൾക്കുകയാണെന്നും അതിനനുസരിച്ച് റിപ്പോർട്ടുകൾ പറയുകയാണെന്നും മാത്രമാണ് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും വാദം. എത്രയോ കള്ളന്മാർക്കെതിരെയും ഈ രാജ്യത്തെ കള്ളപ്പണക്കാർക്കെതിരെയും അന്വേഷണം നടത്തിയപ്പോൾ അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരൊറ്റ 99% ആരോപണങ്ങളെ പോലും കോടതിയിൽ പോയി തള്ളിക്കളയാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. എന്തിന് കോടതി പോലും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായ വിധികൾ പോലും കോടതികളെ കാവ്യവൽക്കരിക്കുന്നു, നീതിപീഠത്തെ പോലും RSS സംഘപരിവാർ സംഘം വിഴുങ്ങുന്നു എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ഇരുന്ന് പറയുകയാണ് സെബിക്ക് അതിനേക്കാൾ ചെറിയൊരു ഏജൻസി മാത്രമായ സെബിയെ നരേന്ദ്രമോദിയും മാധവി പുച്ചു അങ്ങ് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ കേട്ട് ചിരിക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ. സുപ്രീം കോടതി ജഡ്ജിയെ പോലും വെറുതെ വിടാത്തവരാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എത്രയോ വിധികൾ വന്നു, കാവ്യവൽക്കരിക്കപ്പെട്ട സുപ്രീം കോടതി എന്നും ഈ വിധിയെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മാത്രം പറഞ്ഞ എത്രയോ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ജോർജ് ജോസഫ്, ഈ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടോ?
അല്ല, ഞാൻ ഒരു കാര്യം, അതായത് എങ്ങനെയാണ് ഇതിനകത്ത് മാധവിപുരിയുടെ കാര്യത്തിൽ കളങ്കിതയാവുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ മാധവിപുരിയുടെ ഭർത്താവ് ധവാൽ ബുച്ചിന് എവിടെയോ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് എങ്ങനെയാണ് ഒരു ഇതാവുന്നത്, അങ്ങനെ പലർക്കും നിക്ഷേപം ആകാമല്ലോ, അങ്ങനെയൊക്കെ ആകാം, അതിലൊരു തർക്കമില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ, ആ ബ്രോക്കിംഗ് സ്ഥാപനങ്ങളിലെ ഉടമകളോ ജീവനക്കാരോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരും തന്നെ നേരിട്ട് ഒരു ഓഹരി നിക്ഷേപം ഒരു കമ്പനിയിലും അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു നിയമമാണ്. അതുപോലെ തന്നെ അവരെ ഇന്ന ആൾക്ക് ഇന്ന കമ്പനിയിൽ നിക്ഷേപിക്കാം എന്ന് നിർദ്ദേശം നൽകാനോ അങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകാനോ ഒന്നും പാടില്ല എന്നുള്ളതുണ്ട്. ഇതൊക്കെ കർശനമായി പാലിക്കുന്ന ഒരു ഏജൻസിയാണ് സെബി. നിരന്തരം സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും അവർ സർക്കുലറുകളും ലെറ്ററുകളും ഒക്കെ അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതുണ്ട്. പക്ഷേ അതേ സ്ഥാനത്തിരുന്നു കൊണ്ട് അവർ തന്നെ നിക്ഷേപം നടത്തിയിരിക്കുന്നു, പിന്നീട് അവർ സെബിയിലേക്ക് വന്നപ്പോൾ ഭർത്താവിൻ്റെ പേരിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഗൗരവതരമായൊരു കാര്യം എന്ന് പറയുന്നത്, അത് ഒരു രജിസ്ട്രേഡ് ആയിട്ടുള്ള നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി പോലുമല്ല, അതൊരു ഷെൽ കമ്പനിയാണ്, നിഴൽ കമ്പനിയാണ്. ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി വെറുതെ മൗറീഷ്യസിലെ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ റേറ്റ് ഒരു ബോർഡ് മാത്രം തൂക്കിയിട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഷെൽ കമ്പനി. അതിന് ഓഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ദുബായിൽ കൊണ്ട് ഈ 38 കമ്പനികളെ ഓപ്പറേറ്റ് ചെയ്യുന്നത് വിനോദ് അദാനി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതാണ് അവിടെ എന്തിനാണ് നിങ്ങൾക്ക് കൊള്ളുന്നത്, എന്തിനാണ് അദാനിയെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ അതിനൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞപ്പോൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ അങ്ങനെ കളി വേണ്ട. അല്ല, ഞാനതാണ് പറഞ്ഞത്, അതേ മാതൃകയിലാണോ ഇതേ കമ്പനിയും പ്രവർത്തിച്ചതെങ്കിൽ അതിന് തെളിവുകൾ വരട്ടെ, നമുക്ക് പരിശോധിക്കാമല്ലോ. അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ആവശ്യപ്പെടുന്നത് എങ്കിലോ വിഷ്ണു എന്താണ് ഹിൻഡൻബർഗ് മുമ്പോട്ട് വെച്ച രണ്ടാമത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ചത് എന്താണ്? സെബി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു ബ്രോക്കിംഗ് സ്ഥാപനത്തിന് പോലുമുള്ള റെഗുലേഷൻസ് എന്താണ്, അപ്പോൾ സെബിക്ക് പാലിക്കപ്പെടേണ്ട റെഗുലേഷൻസ് എന്താണ്? അങ്ങനെയുള്ള സെബിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു ഷെൽ കമ്പനിയിലേക്ക് നിക്ഷേപം നടത്തുന്നത്? ഈ ഡയറക്ടർ സ്ഥാനത്തേക്ക്, സെബിയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇതേ മാധവി തൻ്റെ ഭർത്താവിൻ്റെ പേരിലേക്ക് മാത്രം ഈ ഉടമസ്ഥത മുഴുവൻ കൈമാറിയതിൻ്റെ അതിനുള്ള കത്തടക്കമാണ് ഈ ഹിൻഡൻബർഗ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അല്ലേ ജോർജ് ജോസഫ്? അല്ലേ? അതെ, ആ സമയത്ത് അവർ ഹോൾ ടൈം ഡയറക്ടറാണ്. ആ സമയത്ത് സെബിയിലെ ഹോൾ ടൈം ഡയറക്ടറാണ് അവർ. അപ്പോൾ അതിന് തൊട്ട് മുമ്പ്, അതായത് ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നതിനും ഇതിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് അവരയച്ചിരിക്കുന്ന മെയിലാണ് ഹിൻഡൻബർഗ് സൈറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് 10-40 കാര്യങ്ങൾ നിസ്സാരമല്ല. വായിക്കുക പറയും എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സെബി അന്വേഷിച്ചപ്പോൾ ബേസ്ലെസ് ആയിട്ടുള്ള വെറും ആരോപണങ്ങൾ മാത്രം പേപ്പറിൽ അന്വേഷിച്ചത് ഈ അന്വേഷിച്ച ആളിന്റെ റിപ്പോർട്ടിന് കാരണമാകുന്നത് എന്ത് എന്നാണ് ഇപ്പോൾ ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത് എങ്ങനെയാണ് സെബി ക്ലീൻ ചിറ്റ് നൽകുന്നത് അദാനിക്ക് ഒന്നും കണ്ടെത്തിയില്ലെന്ന്. അതിന് കാരണം മാധവിയാണ്. അതെങ്ങനെയാണ്? അത് മാധവിക്ക് ഈ വിനോദ് അദാനി അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള നിക്ഷേപങ്ങളുടെ കാര്യമാണ്. ആ നിക്ഷേപങ്ങൾ എവിടെ? അത് ഇന്ന കമ്പനിയിലാണ്. അത് എന്താണ് തെളിവ്? അത് ഭർത്താവിലേക്ക് മുഴുവൻ 84 കോടിയും കൈമാറുന്നതിന് കത്തയച്ചിട്ടുണ്ട്. ആ കത്തിന്റെ തെളിവാണ് ഹിൻഡൻബർഗ് സ്ക്രീൻഷോട്ടുകളും എന്തോ എഴുതിയതൊക്കെ അതാകുമോ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ള? വിഷ്ണു, ജോർജ് ജോസഫ് പറയട്ടെ. സാർ പറയൂ. അല്ല,
അല്ല, ഒറ്റ കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. സെബിയുടെ അന്വേഷണം എന്ന് പറയുന്നത് ഒരു ക്രൈം ചെയ്തിട്ടുള്ളത് ഒരു പോലീസിലെ ഒരു SIയോ സർക്കിൾ ഇൻസ്പെക്ടറോ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം അന്വേഷിക്കാൻ അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്ന പോലെ ആയിപ്പോയി. സുപ്രീം കോടതി അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, ഇവർക്ക് നിക്ഷേപം ഉണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടല്ല സുപ്രീം കോടതി ചെയ്തത്. പക്ഷേ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അവർ അന്വേഷണം നടത്തി ഒരെണ്ണത്തിലും ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവർ അന്വേഷണ വിധേയമായ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയിരിക്കുകയാണ്. അതാണ് അതിനകത്ത് ഗൗരവകരമായ ഇതിന്റെ കുരുക്ക്, ഇതിന്റെ ആഴം അത് വളരെ വലുതാണ്. ശ്രീ യവുജിൻ, അതായത് നമ്മുടെ പരമോന്നത നീതിപീഠം അവിടെയാണ് ഇത് അന്വേഷിച്ച് പുറത്തേക്കെത്താൻ ഏൽപ്പിക്കപ്പെടുന്ന ഏജൻസി, ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി. ആ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ നിദാനമായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുന്നതെന്ന വാർത്തയാണ് പുറത്തെത്തുന്നത്. അതിൻ്റെ വസ്തുത എന്താണ്? അത് കൂടുതൽ അന്വേഷണ വിധേയമാക്കണം. ഒരാളെയും നമ്മൾ അനാവശ്യമായി ബ്ലെയിം ചെയ്യുന്നില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ നോക്കൂ, അതായത് ഇന്ത്യൻ നീതിപീഠത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ രാജ്യത്ത് സാമ്പത്തികമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉയരുകയാണ്. അതൊരു ഗൗരവമുള്ള കാര്യമല്ലേ ശ്രീ യവുജിൻ? അങ്ങേറ്റം ഗൗരവതരമാണ്. ഇപ്പം ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട സംഭവങ്ങളുടെ ആധികാരികത മാധവിയുടെ നിഷേധക്കുറിപ്പിൽ തന്നെ അവർ സമ്മതിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ സെബിയുടെ ഡയറക്ടറായി, അത് കഴിഞ്ഞ് അതിൻ്റെ ചെയർപേഴ്സൺ ആയി, ആ സമയത്ത് അതിനുശേഷമാണ്, ഡയറക്ടറായി നിയമിതയായ ശേഷമാണ് ഈ പറയുന്ന നിഴൽ സ്ഥാപനത്തിലുള്ള ഇവരുടെ പേരുള്ള നിക്ഷേപം മുഴുവൻ ഭർത്താവിൻ്റെ പേരിലേക്ക് ആക്കിയത്. എന്ന് മാത്രമല്ല, ഇവരുടെ ഭർത്താവ് ഇപ്പോഴും കൺസൾട്ടൻസി നടത്തുന്നുണ്ട്. കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ഈ ഷെയർ മാർക്കറ്റിൽ ഉപദേശം നൽകുന്ന കമ്പനികൾക്കൊക്കെ അല്ലെങ്കിൽ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾക്കൊക്കെ കൃത്യമായ മാനദണ്ഡമുണ്ട്, കൃത്യമായ പ്രവർത്തന മാനദണ്ഡമുണ്ട്. ഈ ഓഹരി വിപണിയെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു ആശയവിനിമയം നടത്താൻ പാടില്ല. അങ്ങനെ ആശയവിനിമയം നടത്തുന്നവർക്ക് പിഴ ചുമത്താനുള്ള സംവിധാനം വരെ ഉണ്ട്. പക്ഷേ ഈ മാധവിയുടെ ജീവിത പങ്കാളി ഇപ്പോഴും കൺസൾട്ടൻസി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൺസൾട്ടൻസി നടത്തുന്ന കാര്യം അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങേയറ്റം ഈ സെബിയുടെ ചട്ടങ്ങൾക്ക് തികച്ചും വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനമാണ് സെബി മേധാവിയുടെ കുടുംബത്തിൽ നിന്നുണ്ടാവുന്നത്. അതുകൊണ്ട് ഹിൻഡൻബർഗ് പറഞ്ഞതിനേക്കാളുപരി അത് സാങ്കേതിക അർത്ഥത്തിൽ നിയമപരമായും നിൽക്കുന്നതാണോ? കാരണം സെബിയുടെ തലപ്പത്ത് ഭാര്യയുണ്ട് എന്ന് കരുതി ഭർത്താവ് വേറൊരു വ്യക്തിയാണല്ലോ. അല്ല, അത് ശരിയാണ്, ഇത് ശരിയാണ്. പക്ഷേ ധാർമ്മികതയുടെ വലിയ ചോദ്യം ഉണ്ടല്ലോ. കാരണം ഇവർ ഇപ്പോൾ BJP ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലതും ധാർമ്മികതയുടെ പേരിലുള്ള സംഭവമാണ്. പക്ഷേ ഈ സാങ്കേതിക നിയമപരത്തിനേക്കാൾ ഉപരി സെബി പോലെ സീസറിന്റെ ഭാര്യ പോലും സംശയത്തിന് അതീതമായിരിക്കണമെന്നൊരു ചൊല്ലുണ്ടല്ലോ. അത് ഇവിടെയും ബാധകമാണ്. കാരണം ഇത് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഒരു ദിവസം ഓഹരി വിപണിയിൽ നടക്കുന്നത് ലക്ഷം കോടി അതിലും രൂപയുടെ വിനിമയമാണ് ഓഹരി വിപണിയിൽ നടക്കുന്നത്. ഈ ഒരു വലിയ സാമ്പത്തിക ധനകാര്യ വിനിമയത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുടെ കുടുംബം അത് നേരത്തെ തന്നെ പലപ്പോഴും ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും പല മുൻ സർക്കാർ, ഇപ്പം BJP എപ്പോഴും ആക്ഷേപിക്കുന്ന മുൻ സർക്കാരുകളുടെ കാലത്തെല്ലാം ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അന്ന് BJP ഇതെല്ലാം വളരെ ധാർമ്മികമായ ചോദ്യങ്ങളെ ഉയർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു BJP വിഷ്ണു നേരത്തെ പറയുണ്ടായി, ഈ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പെട്ടിക്കട പോലെ, അത് അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ BJP പറഞ്ഞത് വിദേശത്തുള്ള കള്ളപ്പണം മുഴുവൻ തിരിച്ചു പിടിച്ച് ഇന്ത്യക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം ഇടുമെന്ന് BJP പറഞ്ഞത് ഈ സാഹചര്യത്തിലാണല്ലോ. ഈ പനാമ പേപ്പേഴ്സ് പോലെ അങ്ങനെ ഒരുപാട് രാജ്യാന്തര മാധ്യമ കൂട്ടായ്മകൾ ഇന്ത്യക്കാരുടെ വിദേശ നിക്ഷേപത്തെ പറ്റി വളരെ ആധികാരികമായ റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ആധികാരികത തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഹിൻഡൻബർഗ് റിസർച്ച് വേറൊരു സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ ഈ കള്ളപ്പണത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർത്തിവിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ തീർച്ചയായും ചർച്ച തുടരുമ്പോൾ BG വിഷ്ണുവിലേക്ക് തന്നെ. BG വിഷ്ണു, അതായത് ഇങ്ങനെ കുറ്റാരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തെ ന്യായീകരണങ്ങൾ കൊണ്ട് പൊതിയുന്നതിന് പകരം അതിൽ വ്യക്തത വരുത്തേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനില്ലേ എന്ന ചോദ്യമാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ സെബിക്കെതിരായ ആരോപണം വരുന്നു, EDക്കെതിരായി ആരോപണം വരുന്നു, CBIക്കെതിരായി ആരോപണം വരുന്നു, NIAക്കെതിരായി ആരോപണം വരികയും. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ ഏജൻസികൾ ആർക്കൊക്കെതിരെ അന്വേഷണം നടത്തിയാലും, ഇപ്പോൾ EDക്കെതിരെ രാഹുൽ ഗാന്ധിക്കടക്കം അന്വേഷണം നേരിടേണ്ടി വരുന്നു. ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളെല്ലാം NIAക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെല്ലാം EDക്ക്, NIAക്ക്, ഇങ്ങനെ രാജ്യത്ത് ഏതെല്ലാം അന്വേഷണ ഏജൻസികൾ, CBIക്ക്, CPMന് CBIയെ പറ്റി എന്താ യോജിപ്പുള്ളത്? വിയോജിപ്പല്ലേ പൂർണ്ണമായിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസിന് CBI അന്വേഷണം നടത്തുന്നതിൽ കേരളത്തിൽ യോജിപ്പുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ വിയോജിപ്പുണ്ട്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിലെയും രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കനുസരിച്ച് കേന്ദ്ര
കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ യോജിപ്പും വിയോജിപ്പുകളൊക്കെ ഒരുപാടിടത്തുണ്ട്. പക്ഷേ കേന്ദ്ര ഏജൻസികളെല്ലാം അന്വേഷണങ്ങളുമായി കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച 99% കേസുകളും പൂർണ്ണമായി ഒരു കോടതികളും രാജ്യത്ത് തള്ളിക്കളഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് NIAയും EDയും സെബിയും ഒക്കെ അന്വേഷിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത്. എങ്കിൽ സുപ്രീം കോടതി ഉണ്ടല്ലോ, ഞങ്ങൾ ഇതിനെല്ലാം മുകളിലായി കോടതിയെ കാണുന്നു. ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നാലും പ്രതികൂലമായി വിധി വന്നാലും കോടതികളെല്ലാം കോൺഗ്രസിൻ്റെ കൈകളിലാണെന്നു CPMൻ്റെ കൈകളിലാണെന്നു ഒന്നും ഞങ്ങൾ ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഒന്നും ഒരിക്കലും ഉന്നയിച്ചില്ല. ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കോടതി അന്തിമമായി വിധി വരട്ടെ, കോടതി പറയട്ടെ. അന്വേഷണ ഹർജിയുമായി പോയേക്കല്ലേ, കോടതി പറയട്ടെ. കോടതി പറയുന്നതനുസരിച്ച് ഏത് സംവിധാനങ്ങളുമായും കോടതി പറയുന്ന രീതിയിലുള്ള ഏത് കാര്യങ്ങളുമായും ഭാരതീയ ജനതാ പാർട്ടിയും സർക്കാരും മുന്നോട്ട് പോകും. ഞങ്ങൾ ആർക്കു മുന്നിലും ഒരു വെല്ലുവിളി അത് യുക്തിഭദ്രമായ ഒരു മറുപടിയാണ് ശ്രീ ജോർജ് ജോസഫ്. അതായത് കോടതിയുടെ പക്കലുള്ള ഒരു തീരുമാനമാണ്, അത് കോടതി തീരുമാനിച്ചാൽ അതനുസരിച്ച് മുഴുവൻ പോകാൻ തയ്യാറാണെന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ ഒരു സംശയം, ഇപ്പോൾ ഈ സുപ്രീം കോടതിയിലേക്ക് ഇങ്ങനെ ഒരു സെബിയുടെ അന്വേഷണം തന്നെ പെട്ടെന്ന് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണല്ലോ ഹർജി എത്തുന്നത്. യഥാർത്ഥത്തിൽ സെബി തന്നെ ഇങ്ങനെ കുറ്റാരോപണം വിധേയമാകുന്ന ആൾക്കാരാൽ നിറഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിൽ സെബിയുടെ അന്വേഷണത്തിന് എന്ത് വിശ്വാസ്യതയാണുള്ളത്? അങ്ങനെ ആയാൽ ഒരു കാര്യത്തിലും ഈ സിസ്റ്റത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വരില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റം മുഴുവൻ കറപ്റ്റഡാണ്, മുഴുവൻ അഴിമതി നിറഞ്ഞതാണ്, ക്രമരഹിതമാണെന്ന് ബോധ്യമാക്കാൻ ആരുടെയോ ശ്രമമാണ് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടുകൾക്ക് പിന്നിൽ എന്ന് സംശയിക്കാവുന്നതല്ലേ? അതിനും വസ്തുതയില്ലേ ശ്രീ ജോർജ് ജോസഫ്? അല്ല, ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ നമ്മൾ പൂർണ്ണമായിട്ട് എടുക്കണ്ട. ഹിൻഡൻബർഗ് റിപ്പോർട്ട് സത്യസന്ധമാണെന്നോ അവരുന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയാണെന്നോ എന്നും ആരും വാദിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് അത്ര ഗുരുതരമായ ഒരു ആരോപണം വേണ്ടത്ര ചില ഡോക്യുമെൻസിൻ്റെ സൈറ്റേഷനോട് കൂടി അവർ പുറത്തുവിട്ടപ്പോൾ ഇപ്പോൾ BJP പ്രതിനിധിയും മറ്റ് കേന്ദ്ര നേതാക്കന്മാരും എല്ലാം ഗവൺമെൻറ് ഔപചാരികമായിട്ട് മൗനം പാലിക്കുന്നു. BJPയുടെ നേതാക്കന്മാരാണ് ഇങ്ങനെ പറയുന്നത് രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ്, അത് ഓഹരി വിപണി തകർക്കാനാണ്. അതിന് പകരം അവർ പറയുകയാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്, ഈ ഏജൻസി നിഷ്പക്ഷമായിട്ടും ക്രെഡിബിലിറ്റിയോടെയും പ്രവർത്തിക്കേണ്ടത് രാജ്യത്തിൻ്റെ ഓഹരി വിപണിയുടെ നടത്തിപ്പിന് അത്യാവശ്യമാണ്. കോടിക്കണക്കിന് രൂപയുടെ ചെറുതും വലുതുമായ ആളുകളുടെ കോടാനുകോടി രൂപ ഇതിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിഷ്പക്ഷമായി പോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു, JPC അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ഏതന്വേഷണമാവട്ടെ, CBI കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി കൊണ്ടോ ഈ മാധവി ബുച്ചിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ മറ്റ് ആരോപണങ്ങൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ് സെബി. ആ സെബി കറപ്റ്റഡ് ആണ് അല്ലെങ്കിൽ കുഴപ്പമാണ് എന്നൊരാൾ പറയുമ്പോൾ അതിന് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇത് അന്വേഷിക്കാൻ പ്രാപ്തമായ ഏജൻസിയാണ് സെബി, ആ സെബിയെയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ ആ സെബിയുടെ തലപ്പത്തും പ്രശ്നമുണ്ട് എന്നറിയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും കോടതിയുടെ പരിഗണനാ വിഷയമാണല്ലോ, കോടതി തീരുമാനിക്കട്ടെ, അതനുസരിച്ച് നീങ്ങാം. അതിനകത്ത് എന്തിനാണ് BJP വലിച്ചടയ്ക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതൊരു സത്യസന്ധമായ ചോദ്യമല്ലേ? അല്ല, കോടതിക്ക് പരിഗണനയ്ക്ക് അപ്പുറത്ത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നു. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ട് കോടതിയിൽ പോലും സമർപ്പിച്ചു എന്ന് നമ്മൾ സംശയിക്കേണ്ട സ്ഥിതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി കോടതി സെബിയിൽ നിന്ന് അന്വേഷണം മാറ്റുമോ, എന്താണ് കോടതിയുടെ നിലപാട് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ആരോപണം പുതിയതായി വന്നപ്പോൾ അന്ന് കോടതി സെബിയോട് പറഞ്ഞത് ഈ അദാനിക്കെതിരായിട്ടുള്ള ഓഹരി വിപണിയിലെ മാനിപ്പുലേഷൻ അന്വേഷിക്കാനാണ് പറഞ്ഞത്. അതേ ഏജൻസിക്കെതിരെ തന്നെ പുതിയ തെളിവുകളുമായി രംഗത്ത് വരുമ്പോൾ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും സമാന്തരമായ അന്വേഷണത്തിലേക്ക് ഉടനെ പോകാം. അത് ആ വിഷയമല്ലല്ലോ കോടതിയുടെ മുമ്പിലുള്ളത്. സെബിയുടെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമല്ല കോടതിയുടെ മുമ്പിലുള്ളത്. അദാനിക്കെതിരായിട്ടുള്ള കേസിൻ്റെ അന്വേഷണമാണ് സെബിയോട് നടത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെബി വിശ്വാസ്യതയുള്ളൊരു സ്ഥാപനമാണ് എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അവരോട് നിർദ്ദേശിച്ചത്. പക്ഷേ ആ സ്ഥാപനം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ രാജ്യത്തെ ഓഹരി വിപണിയുടെ, ഞാൻ അജിംഷാദിനോട് ചെറിയൊരു സിമ്പിളായിട്ട് ലളിതമായിട്ടൊരു കാര്യം പറയാം. അതായത് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഏതെങ്കിലും ഒരു കള്ളനോട്ട് അച്ചടിക്കുന്ന സംഘവുമായി ചേർന്ന് ഒരു സ്ഥാപനത്തിൽ ആ റിസർവ് ബാങ്ക് ഗവർണർ പങ്കാളിയാണ്, അതിനകത്ത് റിസർവ് ബാങ്ക് ഗവർണർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഓഹരി പങ്കാളിത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നോട്ടിനെ വിശ്വസിക്കുക?
എങ്ങനെയാണ് നമ്മൾ രാജ്യത്തെ പണനയ വ്യവസ്ഥയെ വിശ്വസിക്കാൻ കഴിയുക? അതാണ്. അതേ കാര്യം അതാണ് തന്നെയാണ് വിഷ്ണു സെബിയിൽ വളരെ നമ്മൾ ചുരുക്കി നേരിട്ട് റിസർവ് ബാങ്ക് കടലോട്ടടിച്ചു വന്ന ഒരു ആരോപണം മാത്രമേ ഉന്നയിക്കാനുള്ളൂ. ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. വേലി തന്നെ വിളവ് തിന്നാൽ എന്ത് ചെയ്യും? അല്ല, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും അല്ല. സർക്കാരും എല്ലാ കുഴപ്പത്തിലാണെന്ന് പറഞ്ഞു. അതിൽ ഇതുവരെ പെടാത്ത ഒന്നോ റിസർവ് ബാങ്ക് ആണെന്നും ഇനി റിസർവ് ബാങ്ക് ഉൾപ്പെടെ റിസർവ് ബാങ്കിന്റെ ഒരു ഉദാഹരണം കൊടുത്തതാണ് നമുക്ക് മനസ്സിലാകാൻ. ആക്ഷേപം എന്ന രീതിയിൽ അത് മാത്രമേ ഇനി പറയാനുള്ളൂ. ബാക്കി മുഴുവൻ ഏജൻസികളെയും പറഞ്ഞു കഴിഞ്ഞു. ആ വാദം അത് ബാലിശം, അതൊരു അല്ല, ഇനിയിപ്പോ അതൊക്കെ പറയാനുള്ളതേ, വേറെ ഒന്നും പറയാനില്ല. കാര്യം പറഞ്ഞ് ഇതെല്ലാം ഈ രാജ്യത്തെ പ്രാവർത്തികമാക്കില്ലെന്നും ജനങ്ങളെല്ലാം അങ്ങനെ ആയാൽ രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ്. അങ്ങനെ ആയാൽ എന്നുള്ളതാണ്. കാരണം ഈ സ്ഥാപനങ്ങൾക്ക് വിഷ്ണു ക്രെഡിബിലിറ്റി വേണം. റിസർവ് ബാങ്ക് ഗവർണറുടെ ക്രെഡിബിലിറ്റി വേണം. അപ്പൊ ആ റിസർവ് ബാങ്ക് ഗവർണർ തന്നെ ഏതെങ്കിലും ഒരു ഇങ്ങനെ ഒരു കള്ളനോട്ടിൽ ഉൾപ്പെട്ടാൽ പിന്നെ എങ്ങനെ നോട്ടിനെ വിശ്വസിക്കും എന്നൊരു ഉദാഹരണം വഴി അദ്ദേഹം ഈ സെബിയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുടെ ഗൗരവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. വളരെ വ്യക്തമായി തന്നെ പറയാം ജിംഷാദെ, ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നവർ ആര് തന്നെയായാലും അതിൽ തർക്കം പറയുന്നില്ല. അവർക്ക് ആക്ഷേപിക്കാം, ആരോപിക്കാം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൃത്യമായി പറഞ്ഞാൽ മാത്രമേ അത് സാധൂകരിക്കാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരോപണം ഉന്നയിക്കുന്നവരാണോ തെളിയിക്കേണ്ടത്, അതോ പൗരബോധം ഭരണഘടനാ ബാധ്യതയുള്ള സംവിധാനമാണോ? ആ ചോദ്യത്തിലേക്ക് ഷാർപ്പായി നമ്മുടെ ചർച്ച തീർച്ചയായും ഈ ഈവനിംഗ് ഡിബേറ്റ് ഒരൊറ്റ ചോദ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു, എവിജിനിലേക്ക് മാത്രം. ശ്രീ എവിജിൻ, ഒരൊറ്റ കാര്യം BG വിഷ്ണു നേരത്തെ ഉയർത്തിയത്, വസ്തുതകൾ നിരത്തി ജോർജ് ജോസഫ് കാര്യങ്ങൾ വിവരിച്ചപ്പോൾ BG വിഷ്ണുവിൻ്റെ പ്രതിരോധം ഒന്ന് മാത്രമായിരുന്നു. ഇത് ആരോപണം ഉന്നയിക്കുന്നവരാണ് തെളിയിക്കേണ്ടത്, സംവിധാനങ്ങളുണ്ട്, ആ വഴിയെല്ലാം സർക്കാർ നീങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ കോടതി പറയട്ടെ. JPC അന്വേഷണം അടക്കമുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമൊക്കെ അദ്ദേഹം തള്ളിക്കളയുകയാണ് BJP. ഒറ്റക്കാര്യം, ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കണം. അതാണോ രാജ്യത്തിൻ്റെ മര്യാദ? അത് തീർച്ചയായും പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ഈ ആരോപണം ഉന്നയിക്കുന്നത് നേരത്തെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഒരു അമേരിക്കൻ സ്ഥാപനമാണ് ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ അവർ ആരോപണം ഉന്നയിച്ചു. പക്ഷേ ഈ ആരോപണത്തിൻ്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങുന്നത് ഇന്ത്യൻ ജനതയും ഇന്ത്യയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ഈ ആരോപണങ്ങളിൽ പലതും ശരിയാണെന്ന് സെബി അധ്യക്ഷയുടെ മറുപടിയിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ അവർ ഈ ഇടപാടുകൾക്ക് പലതും താൻ പങ്കാളിയാണെന്ന് സെബി അധ്യക്ഷനെ സമ്മതിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സമ്പദ്ഘടനയെ ബാധിക്കുന്ന ഈ വിഷയം ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ അവിടെയാണ് രാജ്യസ്നേഹം. അതായത് ഹിൻഡൻബർഗ് ഒരു വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംവിധാനമായിരിക്കാം, പക്ഷേ അവർക്ക് ഉത്തരവാദിത്വമില്ല. മറിച്ച് ഇന്ത്യൻ പൗരന്മാരെക്കുറിച്ച് അവർ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ഇന്ത്യൻ പൗരന്മാർ തിരഞ്ഞെടുത്ത സംവിധാനമാണ്, ഭരണഘടനയ്ക്ക് കീഴിലുള്ള സംവിധാനമാണ്. അങ്ങനെയാണ് രാജ്യസ്നേഹം കാണിക്കേണ്ടത്. കേട്ടല്ലോ വിഷ്ണു, ഞാൻ ചർച്ച വൈൻഡപ്പ് ചെയ്യാം. അല്ല, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ ഉന്നയിക്കട്ടെ. ഇതിലും വലിയ ആരോപണങ്ങൾ ഈ സർക്കാരുകൾക്ക് നേരെ പല കാലഘട്ടങ്ങളിലും കോൺഗ്രസുമായി സഖ്യം ചേർന്നിട്ടുള്ള ഉന്നയിച്ചിട്ടുണ്ട്. അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. അതിലൊന്നും യാതൊരുവിധ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ്. അല്ല, അവരിതുവരെ ഈ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ചിട്ടില്ല. അവർക്ക് നിക്ഷേപം ഇല്ല, എനിക്ക് അങ്ങനെ ഒരു സ്ഥാപനമായിട്ട് ഒരു ഇടപാടും ഇല്ല എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാധവിപുരിയുടേതായിട്ടില്ല. അവർ പകരം പറഞ്ഞത് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു, എന്നെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. എന്തായിരുന്നാലും ഉയരുന്ന ആരോപണത്തെ സംബന്ധിച്ച് പൗരന്മാർക്ക് ബോധ്യമാകുന്ന അന്വേഷണ സംവിധാനങ്ങളിലൂടെ കൃത്യമാക്കേണ്ട ബാധ്യത ഭരണഘടന ഏൽപ്പിച്ച ഉത്തരവാദിത്തമുള്ളവർ തന്നെയാണ്. അവരത് നിർവഹിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ഇവ പൂർണ്ണമാകുന്നു.